എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 4 മാർക്കിൻ്റെ. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 5 മുതൽ 11 വരെ 14 മാർക്സിൻ്റെ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് 12 to 17 18 മാർക്കിൻ്റെ. പിന്നെ അവസാനത്തെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, അങ്ങനെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഓണം പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. സോൾവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ തരുമ്പം അത് നിങ്ങൾ ചെയ്ത വർക്ക് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി നിങ്ങൾ പഠിച്ച എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ഇനി നോക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിൻ്റെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് എ കീറ്റോൺ. ഫങ്ഷണൽ ഗ്രൂപ്പ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലതരം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ കിട്ടും. ഓക്കെ, സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഈ കീറ്റോൺ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? കീറ്റോൺ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയായിരിക്കും വരുന്നത്? എപ്പോഴും ഈ കീറ്റോ ഗ്രൂപ്പ് നടുവിലായിരിക്കും വരിക. അതിന് 2 ഭാഗത്തോ ആൽക്കൈൽ ഗ്രൂപ്പ്സോ അങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ? ഇങ്ങനെയാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവസാന ഭാഗത്ത് ഇവിടെ കണ്ടോ ഒരു ഹൈഫനാണ് വരുന്നത്, ലാസ്റ്റാണ് വരിക. ഇതും ഒരു ഹൈഫൻ, ഇത് ലാസ്റ്റാണ്, ഇതും ലാസ്റ്റാണ്. കീറ്റോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ആണ്. എപ്പോഴും അതെന്തായിരിക്കും? നടുവിലായിരിക്കും എപ്പോഴും വരുന്നത്, മിഡിൽ ആയിരിക്കും കാണുക. അപ്പം നമ്മളുടെ ആൻസർ എന്താണ്? CO ആണ് വരുന്നത്. ഓക്കെ, അതാണ് കീറ്റോ ഗ്രൂപ്പ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ആൻ എലമെൻറ്റ് ഹാസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഷെല്ല്, സബ്ഷെല്ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 1s2 2s2 2p6 3s2 3p1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഇറ്റ് ബിലോങ്സ് ടു ദ സെക്കൻഡ് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. രണ്ടാമത്തെ ഓപ്ഷൻ ബിലോങ്സ് ടു തേർഡ് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. C, it belongs to the third period and group 1. Fourth one, it belongs to the second period and group 3. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക? അപ്പോൾ നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഇതിൽ ഏതാ വരുന്നത് നോക്കാം. അപ്പം നിങ്ങൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ 1, n = 1 ആണ് ഇവിടെ n = 2, ഇവിടെ n = 3. അപ്പോൾ ഹയസ്റ്റ് കോണ്ടന്റ് നമ്പർ 3 ആണ് വരുന്നത് അല്ലേ? 3 ആണ് ഹയസ്റ്റ് കോണ്ടന്റ് നമ്പർ വരുന്നത്, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വരുന്നത്. അതിനർത്ഥം ഈ എലമെൻറ്റ് എവിടെ പെടുന്നതായിരിക്കും, ഏത് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏത് പീരീഡിൽ വരുന്നതായിരിക്കും? ഇവിടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 ആയതുകൊണ്ട് ഈ എലമെൻറ്റ് തേർഡ് പീരീഡിൽ വരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ബിലോങ്സ് ടു തേർഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റാണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്താ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് 2 വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺ 1 വരുന്നത് അല്ലേ? അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 1. അപ്പം ഇത് ഏത് ഗ്രൂപ്പാണ് വരുന്നത്? വാലൻസ് ഇലക്ട്രോൺ വരുമ്പം ഈ ഗ്രൂപ്പ് 13th ഗ്രൂപ്പാണ്. ഓക്കെ, തേർഡ് പീരീഡ് ആൻഡ് 13th ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 10, 12, 13 ആണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് അല്ലേ? 13 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ 13 ആറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റ് ഏതാ? അലൂമിനിയമാണ്. ഓക്കെ, അലൂമിനിയമാണ് ഇത്. അപ്പം അലൂമിനിയമാണ് എന്ന് ഓർമ്മിക്കുക. നമ്മളുടെ ആൻസർ എന്താണ്? ഇറ്റ് ബിലോങ്സ് ടു ദ തേർഡ് പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഉണ്ട്, പിന്നെ ഈ 3s2 3p ഈ ഒരു സാധനം കൂടെ കൂടിയിട്ട് അലുമിനിയത്തിൻ്റെ വാലൻസി എത്ര വരുന്നത്? 3 ആണ് വാലൻസി വരുന്നത്. ഓക്കെ, 3 ആണ് വാലൻസി വരിക. അപ്പം 3 വാലൻസി വരുന്നത് എവിടെയാണ്? അലൂമിനിയത്തിനാണ്. ഓക്കെ, ഇത് 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റാണ്. ഇനി മാച്ച് ദ ഫോളോയിങ്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. OH എന്ന് പറയുന്ന ഏത്
ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽക്കഹോൾ ഗ്രൂപ്പാണ്. COHO ഓർഗാനിക് ആസിഡാണ്, അതായത് കാർബോക്സിലിക് ആസിഡാണ്. ഈ CO ഒപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണത്? കീറ്റോണാണ്. O ഈഥർ, ഈത്തോക്സി അല്ലെങ്കിൽ മീത്തോക്സി, ഈത്തേൻ, ഈത്തോക്സി, മീത്തേൻ അങ്ങനെയൊക്കെ വരുന്ന ഈഥറാണിത്. ഇനി നിങ്ങളുടെ ചോദ്യം ഇതല്ല. നിങ്ങളുടെ ചോദ്യം ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ്. ഓക്കെ, അപ്പം A 2 ആണ്, B 3 ആണ് വരുന്നത്, C കീറ്റോണാണ് നാലാമത്തതാണ്, പിന്നെ D. കറക്റ്റ് ഓപ്ഷൻ ഏതാ അതിൽ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാ? 2 3 4 1 അല്ലേ? 2 3 4 1 നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് A ആണ്. ഓക്കെ, ഇനി ഇവിടെയാണ് പല കുട്ടികൾക്കും സംശയം വരുന്നത് അല്ലേ? ഇതിന് അസേർഷൻ റീസൺ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നിങ്ങൾ ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് രണ്ടും കറക്റ്റാണോ നോക്കുക. രണ്ടും കറക്റ്റാണ് തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാവുന്നുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പി സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 6 ഇലക്ട്രോൺസ്. പി സബ്ഷെലിൻ്റെ അകത്ത് മാക്സിമം 6 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ? ഫോർ എ പി സബ്ഷെൽ ദ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇസ് 1. പി സബ്ഷെൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ആണ് നമുക്ക് പറഞ്ഞത്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പി സബ്ഷെലിൻ്റെ അകത്ത് മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, 6 ഇതാണ് വരുന്നത്, അത് ശരിയാണ്. പിന്നെ ഫോർ എ പി സബ്ഷെൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇസ് 1, അതും കറക്റ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് വരുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഇനി ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. റൈറ്റ് ദ IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ്: CH3CH2 CH2OH, CH3CH2 COOH. അപ്പോൾ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഈ ഭാഗത്ത് വരും, ഇതാണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള കാർബണിനെ മാറ്റി അതിൻ്റെ പ്ലേസിൽ ഈ OH വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മളതിനെ പല പേരുകളിൽ പഠിച്ചത് അല്ലേ? OH വരുമ്പോൾ ഇത് ആൽക്കഹോൾ എന്ന് പറയും, COH വരുമ്പോൾ ഓർഗാനിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ് നമ്മൾ പറയും. പിന്നെ റൂൾ എന്താണ്? ഏത് കാർബണിൻ്റെ മുകളിലാണോ ഈ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്, നമ്പർ ചെയ്യുമ്പം ആ കാർബണിൻ്റെ മുകളിൽ സ്മോളസ്റ്റ് നമ്പർ വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ നോക്കേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്. ഇവിടെ സിംഗിൾ ചെയിൻ മാത്രമേ ഉള്ളൂ, 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം വരുമ്പം നമ്മളതിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? AN എന്ന് എഴുതും അല്ലേ? ബ്യൂട്ടീൻ എന്നാണ് 4 കാർബൺ ആറ്റം വരുമ്പം. പക്ഷേ ഇവിടെ ആൽക്കെയിൻ അല്ല, ഇതൊരു ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അറ്റാച്ച് ചെയ്തത് എവിടെയാണ്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിലാണ്. അപ്പോൾ നിങ്ങൾ പേര് കൊടുക്കുമ്പം ബ്യൂട്ടാൻ, പൊസിഷൻ ഓഫ് ദ കാർബൺ ആറ്റം ടു വിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്, ദെൻ OL, ബ്യൂട്ടാൻ 1 ഓൾ അല്ലെങ്കിൽ ബ്യൂട്ടനോൾ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഒരു ആസിഡാണ് അല്ലേ? ഓർഗാനിക് ആസിഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ കാർബൺ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാത്രം പറയരുത്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിന് കാർബൺ അല്ലേ, അത് എടുക്കണോ എന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ടാവും. നിങ്ങൾ നിർബന്ധമായിട്ടും ആ കാർബൺ കൂടി കൗണ്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. ഈ കാർബൺ കൗണ്ട് ചെയ്യാൻ മറക്കരുത്. അതും നിങ്ങൾ കൗണ്ട് ചെയ്ത ശേഷം മാത്രമേ അതിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്ര വരുന്നുള്ള ആ കറക്റ്റ് നെയിം എഴുതാൻ പാടുള്ളൂ. അപ്പം ഇവിടെ 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് പ്രൊപ്പാൻ വരെ നമുക്ക് എഴുതാം. പിന്നെ കാർബോക്സിലിക് ആസിഡിൻ്റെ OICയും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് എഴുതാം? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് എഴുതാം. പ്രൊപ്പാൻ 1 OIC ആസിഡ് എന്ന് എഴുതും. നിങ്ങൾ പ്രൊപ്പാനിക് ആസിഡ് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി complete the following chemical equation: CH3CH2OH plus O gives a compound called A. Identify compound A. അപ്പം നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എഡിഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? എഡിഷൻ ഓഫ് ഓക്സിജൻ, നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്ന
ആ റിയാക്ഷൻ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയും അല്ലേ, ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി CH3 CH2 OH ഉണ്ട് അല്ലേ, CH2OH വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഓക്സിജനും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിജൻ ശരിക്കും ആഡ് ചെയ്യുന്നത് എത്രയാണ്, 2 ഓക്സിജനാണ് സാധാരണ നമ്മൾ വരുന്നത്. ഓക്കെ, CH3 CH2OH ഇതിൻ്റെ കൂടെ നമ്മളൊരു ഓക്സിജൻ മോളിക്യൂളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു O ഇങ്ങോട്ടേക്കും വരും, പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു H2 പുറത്തേക്കും പോകും, എന്നിട്ട് ബാക്കിയുള്ളൊരു ഓക്സിജനായിട്ട് ഇത് കൂടിച്ചേരും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, CH3 COOH പ്ലസ് H2O എന്നാവും. ഓക്കെ, H2O എന്നാവും. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഓക്സിഡേഷൻ അവിടെ നടന്നത്. ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ, 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഈഥേൻ നമുക്ക് വരെ എഴുതാം. എന്നിട്ട് ഈ മാറി OIC ആസിഡ്, എത്തനോയിക് ആസിഡ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത പ്രൊഡക്റ്റ് എന്താണ്, എത്തനോയിക് ആസിഡാണ്. ഓക്കെ, എത്തനോയിക് ആസിഡ്. നെയിം ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. COH വരുമ്പം കാർബോക്സിലിക് ആസിഡാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ആണ്, സെവൻത്ത് ഫസ്റ്റ് A ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, വാട്ട് ആർ ആൻറ്റിപൈററ്റിക്സ്. ആൻറ്റിപൈററ്റിക്സ് എന്താണ്? ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ, ബോഡീൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളിക കഴിക്കും അല്ലേ. നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗുളിക കഴിക്കുന്നത്. അപ്പം പൈററ്റ് എന്ന് പറയുന്ന PYRETICS ആ വേർഡ് ഹീറ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളുടെ ബോഡീൻ്റെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഫീവറിൻ്റെ ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആണ് എന്ത്, ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ടതിനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പുരട്ടുന്ന മെഡിസിനാണെന്ത്, ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനാണെന്ത്, ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി 7B, ഐഡൻറ്റിഫൈ ദ കാറ്റഗറി ഓഫ് ദ ഫോളോയിങ് മെഡിസിൻസ്. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ വേദന സംഹാരി എന്ന് പറയും അല്ലേ, വേദന സംഹാരികളുടെ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് അനാൽജസിക് എന്നാണ്. അനാൽജസിക് എന്നാണ് വേദന സംഹാരികൾ നമ്മൾ പറയുന്നത്. പെൻസിലിൻ എന്ന് പറയുന്ന ലോകത്തിൽ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ്. ഓക്കെ, അപ്പം പെനിസിലിൻ എന്താണ്, ആൻറ്റിബയോട്ടിക്കാണ്. ആസ്പിരിൻ എന്താണ്, അനാൽജസിക്കാണ്. മനസ്സിലായല്ലോ? ഓക്കെ, എട്ടാമത്, the positions of 2 elements in the periodic table are given below. Third period group 2, second period group 17. Write the subshell electronic configuration of A. ൻ്റെ subshell electronic configuration ആണ് നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ്, തേർഡ് പീരീഡ് പറയുമ്പം അതിനകത്ത് എത്ര സബ്ഷെൽസ് വരും, 1s വരും, 2s വരും, 3s വരെ വരും. ശരിയല്ലേ? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എഴുതുമ്പം 1s2 2s2 പിയിൽ എത്രയാണ്, 6 ആണ്, 2p6 ആൻഡ് 3s2 ഗ്രൂപ്പ് 2ലാണ് വരുന്നത്. അപ്പോൾ 3s2 അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, തേർഡ് പീരീഡ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്, 3 സബ്ഷെൽസ് വരുമ്പോൾ. ഓക്കെ, 3s വന്നു കഴിഞ്ഞാൽ അത് 3 പീരീഡിലാണ്, വാലൻസി 2 ആണ്. അപ്പം ഇതേതാ, ഗ്രൂപ്പ് 2 നമുക്ക് പറയാം. ഓക്കെ, ഇനി റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോം ബിറ്റ്വീൻ A ആൻഡ് B. ഇനി ബീൻ്റെ ഏതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. ബീൻ്റെ ഫോർമുല വാലൻസി 2 ആണ് വരുന്നത് അല്ലേ, ബീൻ്റെ വാലൻസി 2 ആണ് വരുന്നത്. Write the subshell electronic configuration of A. Write the molecular formula of the compound formed between A and B. അപ്പം സെക്കൻഡ് പീരീഡ് ആണ് വരുന്നത്. സെക്കൻഡ് പീരീഡ് വരുന്നുണ്ട്, ഗ്രൂപ്പ് 17ഉം വരുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് 17 വരുമ്പം അതിൻ്റെ വാലൻസി, ഗ്രൂപ്പ് സെക്കൻഡ് പീരീഡ് വരുമ്പം അതിൻ്റെ വാലൻസി നമ്മൾ 2 ആണ് എടുക്കുക. ഓക്കെ, വാലൻസി 2 ആണ് വരുന്നത്. എൻ്റെ വാലൻസി കേട്ടോ, എൻ്റെ വാലൻസി 2 ഇവിടെ കണ്ടോ, എ അതാണ് പറഞ്ഞത്, A = 2, B = നമ്മളതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യണം, 1s2 2s2
2p6 3s2 3p എത്ര ബാക്കിയുണ്ട് നോക്കാം, 4 10 12 അല്ലേ. 3p എത്ര വരെ എടുക്കാം, നമുക്ക് 5 എന്ന് എടുക്കാൻ വേണ്ടി 3p5 ആണ് വരുന്നത്. അപ്പം ഇതിന് ഒരു ഇലക്ട്രോണിക് കൂടി കിട്ടിയാൽ 3p6 ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ബീൻ്റെ വാലൻസി എത്രയാണ്, 1 ആണ്. ബീൻ്റെ വാലൻസി 1 ആണ് വരുന്നത്. അപ്പം നമ്മൾ എൻ്റെ വാലൻസി ഇവിടെ എത്ര എഴുതി, 2 എന്ന് എഴുതി. അപ്പം എ ബി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എൻ്റെ വാലൻസി 2 ആണ്, ബീൻ്റെ വാലൻസി 1 ആണെങ്കിൽ നമ്മൾ വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്ത് ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, AB2 ആണ്. ഓക്കെ, AB2 എന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. മനസ്സിലായല്ലോ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ NCH2 gives A. അപ്പോൾ n നമ്പർ ഓഫ് CH2 ഡബിൾ ബോണ്ട് CH2 എന്തായി, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബണും നടുവിലൊരു ഡബിൾ ബോണ്ടാണ് വരുന്നത് അല്ലേ. ഇത് എത്തീനാണ്. n നമ്പർ ഓഫ് എത്തീൻ മോളിക്യൂൾസ് ഗീവ്സ് A എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ A എന്ന് പറയുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണ് അല്ലേ, എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന് മുകളിൽ n വരികയാണെങ്കിൽ അത് എത്ര വാല്യൂ വേണേ ആവാം അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ കോമൺ പേര് വിളിച്ചിരുന്നു പോളിമർ എന്ന് പറയും അല്ലേ. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചിരുന്നു പോളിമേഴ്സ്. അപ്പം ഇത് ഏത് പോളിമറാണ്, പോളി എത്തീനാണ് അല്ലേ. n മോളിക്യൂൾസ് ഓഫ് എത്തീനാണ്. അപ്പോൾ ഈ സാധനം പോളിത്തീൻ കവറിനൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനമാണിത്, പോളി എത്തീൻ. ഓക്കെ, പോളി എത്തീൻ. അപ്പം ഇവിടെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പോളിമർ അല്ലെങ്കിൽ പോളി എത്തീൻ മോളിക്യൂൾസ് കൂടിച്ചേരാണ് ചെയ്യുന്നത് അല്ലേ. കുറേ അങ്ങനെ കൂടി അടുത്തടുത്തടുത്ത് കൂടിയിട്ടാണ് നമ്മളുടെ ആ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കൂടിച്ചേർന്ന റിയാക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ, എഡിഷൻ റിയാക്ഷൻ എന്നാണ് പറയാം. എഡിഷൻ റിയാക്ഷനാണിത്. ഈ റിയാക്ഷൻ നമ്മൾ എഡിഷൻ ഓഫ് അല്ലെങ്കിൽ എഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയും. ഓക്കെ, എഡിഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്നാണ് ഇത് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് 2-methyl butane ആൻഡ് but2ene. 2-methyl butane. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ 2-methyl സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ എന്ത് വരുന്നുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ബ്യൂട്ടേൻ ആണ്. അപ്പോൾ എത്ര കാർബൺ ആറ്റം വരും, 4 കാർബൺ ആറ്റം വരും. നമുക്ക് മനസ്സിലായി അല്ലേ, 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി, 2-methyl butane നിങ്ങൾക്ക് 2 ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എടുക്കാം, ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എടുക്കാം. ഞാനിപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുത്തത്. ഇവിടെ ഞാൻ എന്ത് എഴുതി, CH3 ബീത്തൈൽ ഗ്രൂപ്പ് ഇവിടെ എഴുതി, CH3 ഇവിടെ എഴുതി. നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ ഇവിടെയും CH3, ഇവിടെയും CH3. ഇവിടെ 3 വാലൻസി ഓൾറെഡി കഴിഞ്ഞ്, ഇനി ഒരു ബാക്കിയുള്ളത് ഒരു ഹൈഡ്രജനായിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ 2 ഹൈ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയും കൊടുത്തു CH2. ഇതാണെന്ത്, 2-methyl butane. സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു, അതുകൊണ്ട് അതിൻ്റെ പേര് 2-methyl butane. ഓക്കെ, ഇനി but2ene. ഈന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 2 നടുവിൽ വന്നതുകൊണ്ട് സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലാണ് അല്ലേ, സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. ENE വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം but2ene, ബ്യൂട്ട് എന്ന് പറയുമ്പം അവിടെയും 4 കാർബൺ ആറ്റം തന്നെ നമ്മൾ എഴുതണം. സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫസ്റ്റ് സെക്കൻഡ് കാർബൺ എടുക്കാം, ഇവിടുന്ന് സെക്കൻഡ് കാർബൺ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഒരേപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും നടുവിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി CH3 എഴുതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ അതേപോലെ ഒരു ഹൈഡ്രജൻ കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ but2ene എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി 11th, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 11th ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്യൂട്ടാൻ 1 all is CH3 CH2 CH2 CH2OH. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ, പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഒരു
പൊസിഷൻ, ഇതിപ്പോൾ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലുള്ളത്, അതിനെ പിടിച്ച് വേറെ ഏതെങ്കിലും കാർബണിൻ്റെ മുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പൊസിഷൻ ഐസോമർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പൊസിഷൻ ഐസോമർ ആയിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് കാർബണിലുള്ള ഈ ആൽക്കഹോൾ ഗ്രൂപ്പ് നമ്മൾ സെക്കൻഡ് കാർബണിലേക്ക് മാറ്റാം. പക്ഷേ ഇത് തേർഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്ട്രക്ചറൽ ഫോർമുല വരുന്നത് ഒന്ന് CH3 CH2 CH3 CH2ൻ്റെ പകരം ഞാനിവിടെ ഒരുമിച്ച് എഴുതാം, CHOH എന്ന് എഴുതാം, CH2 CH3. അപ്പം നമ്മൾ ആകെ ചെയ്തെന്താ വെച്ചാൽ, ഫസ്റ്റ് കാർബണിൻ്റെ മുകളിൽ നിന്ന് സെക്കൻഡ് കാർബണിലേക്ക് ഇട്ട്, ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിന് റൈറ്റിലേക്കാണ് എടുത്തത്, റൈറ്റിന് ലെഫ്റ്റിലേക്കല്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇതാണ് പൊസിഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും അങ്ങോട്ട് മാറ്റാം, അതാണ് പൊസിഷണൽ ഐസോമർ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ആൽക്കഹോൾ ഹാവിങ് 1 കാർബൺ ആറ്റം ലെസ്. അപ്പോൾ ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 1 കാർബൺ കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൽക്കഹോളിൻ്റെ ഫോർമുല എഴുതാനാണ്. അപ്പോൾ 1 കാർബൺ ആറ്റം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പനോളാണ് കിട്ടുക. പ്രൊപ്പനോളിൻ്റെ ഫോർമുല CH3 CH2 CH2OH. ഓക്കെ, പ്രൊപ്പനോളായി. മനസ്സിലായല്ലോ. 11th B. An alcohol has the molecular formula C4H10O. Write the IUPAC names of its 2 position isomers. 2 position isomersൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ C. അപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ CH2OH ആയി. ബാക്കിയുള്ള ഫില്ല് ചെയ്താൽ CH2 CH3. ഇതിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ബ്യൂട്ടാൻ-1-ഓൾ. ബ്യൂട്ടാൻ-1-ഓൾ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ OHനെ പിടിച്ച് സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല CH3 CHOH CH2 CH3. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻസ് എവിടെ വന്ന്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിൽ നിന്ന് സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ വന്ന്, അപ്പോൾ ബ്യൂട്ടാൻ-2-ഓൾ. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും ഫോർമുല എഴുതി. ഇനി തേർഡ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഐസോമെറിസം? ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോമെറിസം എന്ന് പറഞ്ഞാൽ അതിൽ 2 കൂടുതൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഫെനോമിനൻ ഇൻ വിച്ച് 2 or more organic compounds have the same molecular formula but different structural arrangements of atoms. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ പറയും. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ നമ്മളെടുത്ത് നോക്കുമ്പം വരയ്ക്കുമ്പം സ്ട്രക്ചർ വ്യത്യാസം വരും. അതാണ് ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഐസോമെറിസം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പം ഇവിടെ സെയിം തന്നെ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ഐസോമെറിസം കണ്ട്, ബ്യൂട്ടാൻ-1-ഓൾ ബ്യൂട്ടാൻ-2-ഓൾ അല്ലേ. ഫങ്ഷണൽ ഐസോമെറിസം ആണ്. പൊസിഷൻ മാറുമ്പം അത് നമുക്ക് എന്തിൽ പെടുത്താം? സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ നമുക്കതിനെ പെടുത്താൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ, ഇപ്പം നമ്മളൊരു 4 കാർബൺ ആറ്റത്തിൽ എഴുതി. ഇതിൻ്റെ 4 കാർബൺ ആറ്റം തന്നെ, പക്ഷേ ഞാൻ ഒരു കാർബൺ ആറ്റത്തിൽ എന്താക്കി? ഈ മാതിരി ആക്കി. അപ്പം സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ബട്ട് ഡിഫറെൻ്റ് ഇൻ സ്ട്രക്ചർ. സ്ട്രക്ചർ മാറി, സ്ട്രെയിറ്റ് ചെയിൻ ഉള്ളത് ബ്രാഞ്ച് വരുന്ന ഒരു ഫോമായിട്ട് മാറി. ഇതാണ് എന്ത്? സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ സ്ട്രക്ചറൽ ഐസോമെറിസം എന്താണെന്നുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കിത് ബ്യൂട്ടേൻ എന്നിട്ട് എടുക്കാം അല്ലേ. CH3 CH2 CH2 CH3 ബ്യൂട്ടേൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബ്രാഞ്ച് ഇട്ടപ്പം CH3 CH3. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ മീഥൈൽ ഗ്രൂപ്പാണ് വന്നത്.
അപ്പോൾ 2-methyl സ്ട്രെയിറ്റ് ചെയിനിൽ 1 2 3 1 2 3 1 2 3 എങ്ങനെ എടുത്താലും 3 ആണ് വരുന്നത്. 2-methyl പേരെന്താ വരിക? 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പെയിൻ. സ്ട്രെയിറ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം വരുന്നത്. ഇതാണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിളും നമ്മൾ എഴുതി. മനസ്സിലായല്ലോ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. The structural formula of an ether is CH3O CH2 CH2 CH3. Write the structural formula of its metamer. എന്തായി മെറ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം, ഫങ്ഷണൽ ഗ്രൂപ്പ് ബട്ട് എ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കാർബൺ ആറ്റം ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ O വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് കാർബണിൻ്റെയും സെക്കൻഡ് കാർബണിൻ്റെയും നടുവിലാണ് എന്ത് വരുന്നത്? O വന്നത്. ശരിയല്ലേ? ഇനി ഇതിനെ നേരെ വേറൊരു രീതിയും കൂടി നമുക്ക് എഴുതാൻ പറ്റും നോക്കാം. CH3 CH2 O CH2 CH3 കണ്ടോ? അപ്പം ഇതാണ് അതിൻ്റെ മെറ്റാമർ. ഇതാണ് ഇതിൻ്റെ മെറ്റാമർ. അപ്പം മെറ്റാമറിൽ നമ്മൾ പേര് കൊടുക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് ഏതാണ്? ഇവിടെ ഫസ്റ്റ് തന്ന നമ്മളുടെ ക്വസ്റ്റ്യനിൽ വലിയ കാർബൺ ആറ്റത്തിൻ്റെ ചെയിനിൻ്റെ മുകളിൽ 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാർബൺ ആറ്റമാണ് വന്നത്. അപ്പോൾ ഇത് മീത്തോക്സി പ്രൊപ്പേ എന്നാണ് വരിക. അപ്പം ഓൻ്റെ മുമ്പിലുള്ള എന്താണ്, എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനെ നമ്മൾ മീത്ത് ഓക്സി, ഈ O വന്നപ്പോൾ മീത്തോക്സി. ഇവിടെ എത്ര കാർബൺ ആറ്റമാണ് ഉള്ളത്? 3 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൊപ്പ് എ, പിന്നെ സിംഗിൾ ബോണ്ട് എന്ന് പ്രൊപ്പെയിൻ, മീത്തോക്സി പ്രൊപ്പെയിൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഓൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം വരുമ്പം ഈത്താണ് വരിക. ഇവിടെ അതേപോലെ തന്നെ ഓൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോഴും എന്താ വരുന്നത്? 2 കാർബൺ ആറ്റം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈഥേൻ എഴുതാം. നടുവിൽ എന്തായിരിക്കും വരിക? ഈ O വന്നു കഴിഞ്ഞാൽ ഈത്തോക്സി ഈഥേൻ. ഓക്കെ, ഈത്തോക്സി ഈഥേൻ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. മനസ്സിലായല്ലോ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ 2. The structural formula of an organic compound is CH3CO CH2 CH3. Write its IUPAC name. അപ്പം ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെക്കൻഡ് ഇവിടെയാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ് വരുന്നത്, നടുവിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? CO വന്നു കഴിഞ്ഞാൽ കീറ്റോൺ ആണ് വരുന്നത്, കീറ്റോ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ടോട്ടൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫിക്സ് എന്ത് എഴുതണം? ബ്യൂട്ട് ആൻ വരെ എഴുതാം. കീറ്റോൺ ആയതുകൊണ്ട് നമ്മൾ ബ്യൂട്ടാൻ എഴുതി. എത്രാമത്തെ കാർബണിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്? സെക്കൻഡ് കാർബണിൻ്റെ ആറ്റത്തിൻ്റെ മുകളിലാണ്. ഇത് 2ാമത്തെ പൊസിഷനാണുള്ളത്. അതുകൊണ്ട് ആ പൊസിഷൻ നമ്മൾ കാണിക്കുക. കീറ്റോൺ ആയതുകൊണ്ട് ONE അല്ലേ? സെക്കൻഡ് പൊസിഷനിലാണ് CO വന്നത്. അതുകൊണ്ട് ആ പൊസിഷൻ എഴുതി. ബ്യൂട്ടാൻ 2O എന്നാണ് ഇതിൻ്റെ പേര്. Write the structural formula and IUPAC name of its functional isomer. ഫങ്ഷണൽ ഐസോമർ ആണ്. ഓക്കെ, എന്താ ഈ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും അല്ലേ? ഇതിന് മോളിക്കുലർ ഫോർമുല എന്താ വരുന്നത്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 5 8 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലേ? C4H8O1. ഓക്കെ, ഇനി നമ്മുടെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ആയിരിക്കും മോളിക്കുലർ ഫോർമുല. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് മൊത്തമായിട്ടും കൊണ്ട് മാറിപ്പോവാം. ഇനി ശ്രദ്ധിച്ചോളൂ. CH3 CH2 CH2 CHO. ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 തന്നെ. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് 3 2 5 5 2 7 7 1 8. ഓക്സിജൻ 1 തന്നെ. അപ്പം ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല C4H8O തന്നെയല്ലേ? 1 എഴുതേണ്ട ആവശ്യമില്ല, O അല്ലേ വരുന്നത്. പക്ഷേ ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് CHO ആയി അല്ലേ? CHO ആയി. ഇവിടെ CO ഉള്ളത് CHO ആയി. അപ്പം മോളിക്കുലർ ഫോർമുല സെയിം ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. അപ്പം ബ്യൂട്ടാൻ 2O എന്നുള്ളത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ പേര് ആൾഡിഹൈഡ് ആയതുകൊണ്ട് മെയിൻ കാർബൺ ചെയിനിൽ 4 കാർബൺ ആറ്റം. അപ്പോൾ ബ്യൂട്ടാൻ ALDEൻ്റെ ആൾഡിഹൈഡിൻ്റെ ബ്യൂട്ടനാൽ. ഓക്കെ, IUPAC നെയിം എന്താ? ഇതിൻ്റെ ബ്യൂട്ടനാലാണ്. യെസ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഇസ് 17.
റൈറ്റ് ഇറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. അപ്പം 17 വരുമ്പം 1s2 2s2 2p6 3s2 3p5 അല്ലേ? 4 10 12 17 കറക്റ്റാണ്. പിന്നെ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് n ആൻഡ് l ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലുള്ള 2 ക്വാണ്ടം നമ്പേഴ്സാണത് അല്ലേ? എന്നും എല്ലും. ആ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂസ് എഴുതാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ അസിമെട്രിക്കൽ ക്വാണ്ടം നമ്പറിൻ്റെയും ആ വാല്യൂസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പം ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ, അതായത് n എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്ര സബ്ഷെൽസ് ഉണ്ട് നോക്കി. 3 സബ്ഷെല്ലാണ്. അപ്പോൾ n ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 3 ആണ്. ഇനി എല്ലിൻ്റെ വാല്യൂ, വാലൻസ് എത്രയാണ്? ഇവിടെ 6 വരണ്ടേ? അപ്പോൾ ഇവിടെ 1 കുറവല്ല ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ വാലൻസ് എത്രയാണ്? 1 അല്ല വേണ്ടത്, വാലൻസി 1 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വാലൻസി 1 ആണ് വന്നത്. ഹൗ മെനി ഓറിയൻറ്റേഷൻസ് ആർ പോസിബിൾ ഇൻ ദിസ് സബ്ഷെൽ? അപ്പോൾ ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. 2l+1 എന്ന് പറഞ്ഞ ഫോർമുല. ഓക്കെ, 2l+1. ഇവിടെ ഇതെല്ലാണ്. L എത്രയാണ്? 1 ആണ്. അപ്പോൾ എത്ര ഓറിയൻറ്റേഷൻ ഉണ്ടാവും? 2 × 1 + 1. 3 ഓറിയൻറ്റേഷൻസ് ഇവിടെ പോസിബിളാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. CH2H5OH + CH3COOH gives A + H2O. ഇവിടെ ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഒരു ആൽക്കഹോളും ഒരു ഓർഗാനിക് ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണ്? എസ്റ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്? എസ്റ്റർ എന്നാണ് പറയുക. നമുക്ക് ആ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഈഥൈൽ എത്തനോയിറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല, എൻ്റെ ഫോർമുല ഇങ്ങനെയാണ് വരിക. CH3COO C2H5 ഈഥൈൽ എത്തനോയിറ്റ്. ഓക്കെ, അതാണ് എ എന്ന് പറയുന്ന കോമ്പൗണ്ട്. പിന്നെ ഈ ഈഥൈൽ എത്തനോയിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത്. അപ്പം ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ഈ ഈഥൈൽ എത്തനോയിറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സോഡിയം എത്തനോയിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബീൻ്റെ പേരെന്താണ്? സോഡിയം എത്തനോയിറ്റ്. നെയിം ദ റിയാക്ഷൻ റെപ്രസെൻറ്റഡ് ബൈ ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ്റെ പേര് ഞാൻ പറഞ്ഞു അല്ലേ? ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എസ്റ്റർ ആണ്. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം പ്രൊഡക്റ്റ് എന്താണ്? എസ്റ്ററും വാട്ടറുമാണ്. ഇനി 16th വൺ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ആൽക്കഹോൾ ഹോമോലോഗസ് സീരീസ്. എന്താണ് ഈ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാത്സിലെ എറിത്തമാറ്റിക് പ്രോഗ്രഷൻ AP എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു 2 4 6 8 എന്ന് പറയുന്നൊരു വാല്യൂസാണ് ഇങ്ങനെ പോകുന്നു വിചാരിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത 2 ടേംസ് കണ്ടുപിടിക്കാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കൂ. 8 - 6 2 കിട്ടി. 6 - 4 2, 4 - 2 2 തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കോമൺ ഡിഫറൻസാണ് നമ്മളതിന് പറയുന്നത് അല്ലേ? ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്ന 2 വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അങ്ങനെയുള്ളൊരു സീരീസ് തന്നെയാണ് നമ്മളുടെ ഈ കെമിസ്ട്രിയിലും ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എത്രാമത്തെ ചെയിനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മെമ്പറാണോ ചോദിച്ചത് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ആൽക്കഹോൾ ഹോമോലോഗസ് സീരീസിൻ്റെ ഫസ്റ്റ് മെമ്പർ ആരാണ്? ഫസ്റ്റ് മെമ്പർ നമുക്കറിയാം, ഒരു കാർബൺ ആറ്റം വന്ന് മീഥേനാണ് ഫസ്റ്റ് അല്ലേ? മീഥേൻ. അപ്പോൾ ആ മീഥേൻ്റെ CH4 നിന്ന് ഒരു H പോയി അതിൻ്റെ പ്ലേസിൽ
ഒരു OH വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ ആൽക്കഹോൾ. ഇത് നമ്മൾ മെത്തനോൾ എന്നാണ് പറയുക, മെത്തനോൾ. അപ്പം ആൽക്കഹോൾ ഹോമോളോഗസ് സീരീസിൻ്റെ ആദ്യത്തെ മെമ്പർ ആരാണ്? മെത്തനോളാണ്. ഓക്കെ, മെത്തനോൾ എന്നാണ് പറയുന്നത്. അടുത്ത മെമ്പർ ആരാ? മീഥേൻ കഴിഞ്ഞാൽ ഈഥേൻ അല്ലേ? അപ്പം എത്തനോൾ. മെത്തനോൾ കഴിഞ്ഞാൽ എത്തനോളാണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്: CH3CH2OH. ഇതാണ് എത്തനോൾ. ഇതാണ് എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ ജനറൽ മോളിക്കുലർ ഫോർമുല നിങ്ങളുടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പം കാർബൺ ആറ്റം എത്ര വേണമാവാം? CnH2n+1OH. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല വരുന്നത്. ഓക്കെ, CnH2n+2 എന്നുള്ളത് എഴുതാനൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. യെസ്. ഇനി 16th B. എത്തനോൾ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. വാട്ട് ഇസ് ഫെർമെൻറ്റേഷൻ? അപ്പം ഫെർമെൻറ്റേഷൻ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ യൂസുള്ള സാധനമാണ്. വീടുകളിലും നിങ്ങളുടെ അമ്മ ഭക്ഷണം പാകം ചെയ്യുമ്പം, വെള്ളപ്പത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം, ആ ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പം അതിനകത്ത് നടക്കുന്ന ഒരു റിയാക്ഷനും കൂടിയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്താ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈസ്റ്റ് പോലത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് പോലത്തെ ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്? ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ഷുഗേഴ്സ് സച്ച് ആസ് ഗ്ലൂക്കോസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ് അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ്. അല്ലേ? അതിന് സാഹചര്യം ഒത്തതായിരിക്കണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ? അപ്പോൾ ഈസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നതാണ് ചോദ്യം. ഈസ്റ്റ് അതിൻ്റെ ബോഡിന് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ എൻസൈമാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റുന്നത്. അതാണ് ഈസ്റ്റിൻ്റെ റോള്. മെൻഷൻ 1 കണ്ടീഷൻ നെസസറി ഫോർ ഫെർമെൻറ്റേഷൻ. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ, ഈ റിയാക്ഷൻ എനഎറോബിക് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കണ്ടീഷനാണ് ഇവിടെ വേണ്ടത്. എനറോബിക് ആയിരിക്കണം. ഓക്കെ, അതേപോലെ ടെമ്പറേച്ചറും സൂട്ടബിൾ ആയിരിക്കണം. 17th one. The combustion of propane is represented by C3H8 plus X gives 3CO2 plus Y plus heat. Identify X and Y. Why is combustion called an exothermic reaction? Combustion എന്ന് പറഞ്ഞാൽ എന്താ? ബേൺ ചെയ്യുക, കത്തുക അല്ലേ? അതാണ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് വരുന്നത്. പിന്നെ ധാരാളം ഹീറ്റും കിട്ടും. ഇനി കത്തണമെങ്കിൽ നമുക്കൊരു ഗ്യാസ്, എയറിൻ്റെ അകത്തുള്ളൊരു ഗ്യാസ് നിർബന്ധമായിട്ടും വേണം. അതാരാ? അത് ഓക്സിജനാണ്. ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ എക്സ് ആരാണ്? ഓക്സിജനാണ്. ഓക്കെ, ഇത് ഓക്സിജനാണത്. പിന്നെ കത്തുമ്പം വൈ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കൂടി അവിടെ കാണുന്നുണ്ട് അല്ലേ? അതാരാ? ഈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ വാട്ടർ വേപ്പറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, വാട്ടറാണ് അവിടെ വരുന്നത് ഇൻ ദ ഫോം ഓഫ് വേപ്പർ. അവിടെ ഉണ്ടാകുന്നത് എന്താണ്? വാട്ടർ വേപ്പറാണ്. ഓക്കെ, വൈ ഇസ് കമ്പഷൻ കോൾഡ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ? എന്തുകൊണ്ടാണ് കമ്പഷൻ എക്സോതെർമിക് റിയാക്ഷൻ? എക്സോതെർമിക് റിയാക്ഷൻ എന്താ? ധാരാളം ഹീറ്റ് റിലീസ് ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്പഷൻ നടക്കുമ്പോൾ ധാരാളം ഹീറ്റ് പുറത്തേക്ക് വരുന്നത് കൊണ്ട് ആ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 organic compounds have the molecular formula C4H10O. Write the structural formula of 2 compounds belonging to the either family. Write the functional group present. Name the type of isomerism exhibited by these 2 compounds. Write the IUPAC name of either one. ഓക്കെ, അപ്പം നമുക്ക് മോളിക്കുലർ ഫോർമുല തന്നെ C4H10O എന്നാണ്. അപ്പം കോമ്പൗണ്ട്സ് ഈതർ ഫാമിലിയാണെന്ന് പറഞ്ഞു. ഈതേഴ്സിലാണ് വരുന്നത്. ഈതറാണ്. ഈതർ വരുമ്പോൾ ഈതറിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ O ആണ് നടുവിൽ വരിക. O ആണ് വരിക ഈതറിൻ്റെ. ഓക്കെ, CH3O, CH2, CH2, CH3. അപ്പോൾ ഇത് ഫസ്റ്റ് കാർബണിന് സെക്കൻഡ് കാർബണിൻ്റെ ഇടയിലാണ് O വന്നതുകൊണ്ട് ഇതിൻ്റെ പേര് 1 മീഥൈൽ ഗ്രൂപ്പാണ് ഓൻ്റെ ലെഫ്റ്റിൽ. അപ്പോൾ അത് ആദ്യം നമ്മൾ എഴുതണം, മീത്ത് ഓക്സി. പിന്നെ ഓൻ്റെ റൈറ്റ് സൈഡിൽ എത്രയാണ്? 3 കാർബണേറ്റാണ് വരുന്നത്. 3 കാർബണേറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രോപ്പാണ് എഴുതുക, പ്രൊപ്പെയിൻ. ഓക്കെ, മീഥോക്സി പ്രൊപ്പെയിൻ. 1 മീഥോക്സി പ്രൊപ്പെയിൻ ആണ് അതിൻ്റെ പേര്. പിന്നെ
2 കോമ്പൗണ്ട് ബിലോങ് ഈതർ ഫാമിലി, 2 കോമ്പൗണ്ട്സിന് പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഓനെ സെക്കൻഡ് കാർബണിൻ്റെയും തേർഡ് കാർബണിൻ്റെയും നടുവിലിടാം. അപ്പോൾ CH3 CH2 O CH2 CH3 എന്നായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഇവിടെ നമ്മൾ ഓനെ സെൻട്രൽ ഇട്ടപ്പം ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം, റൈറ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം. അപ്പോൾ നേരത്തെ റൂൾ പറഞ്ഞു തന്നിരുന്നു, ഈത്ത് ഓക്സി ഈഥെയിൻ. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്, ഈത്തോക്സി ഈഥെയിൻ. നെയിം ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ദിസ് 2 കോമ്പൗണ്ട്സ്. നേരത്തെ നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇവിടെ പൊസിഷൻ ഓഫ് O അങ്ങോട്ട് മാറി, ഈഥറിൻ്റെ ആ ഓൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറിയപ്പം ഇത് നമ്മൾ എന്താ പേര് പറഞ്ഞത്, മെറ്റാമെറിസം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, പക്ഷേ ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷനിൽ വ്യത്യാസം. ഇതാണ് എൻ്റെ മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മെറ്റാമെറിസം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും IUPAC നെയിം എഴുതിയിട്ടുണ്ട് അല്ലേ, എയ്തർ 1 എന്നാണ് പറഞ്ഞത്, നമ്മൾ 2 എഴുതി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 compounds having the molecular formula C3H82 are functional isomers. Write the IUPAC name of both compounds. Identify the functional groups present in the 2 compounds. Write the structural formula of the position isomer of either one of the alcohols. C3H8O ആണ്. Write the structural formula. സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ 2 ഫങ്ഷണൽ ഐസോമേഴ്സ് ഇതിനകത്ത് വരാം. ആദ്യത്തെ നമുക്ക് എഴുതുമ്പം CH3 CH2 CH2 OH അല്ലേ, ഇങ്ങനെ എഴുതി, CH3 CH2 CH2 OH. ഇത് ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രൊപ്പാൻ 1 ഓൾ എന്നാണ് നമ്മൾ പറയുന്നത്, പ്രൊപ്പാൻ 1 ഓൾ. ഓക്കെ, പ്രൊപ്പാൻ 1 ഓൾ ഫങ്ഷണൽ ഐസോഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഐസോമേഴ്സാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ നമ്മൾ എന്താ എടുത്തത്, OH എടുത്ത്. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, എന്നിട്ട് എന്താ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് നോക്കാം. അപ്പോൾ CH3 O CH2 CH3. ഇവിടെ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജൻ ആറ്റംസും സെയിം ആണ് അല്ലേ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആണെങ്കിൽ ഇവിടെ ഇതെന്തായി മാറി, ഈത്തോക്സി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കണ്ടിരുന്നല്ലേ, അതായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ പേരെന്താ, ഓൻ്റെ ലെഫ്റ്റിൽ ഒരു കാർബൺ ആറ്റം വരുന്നത്, മീത്താണ് ഇവിടെ പ്രിഫിക്സ് വരുന്നത്. O വന്നുകൊണ്ട് മീത്തോക്സി, റൈറ്റ് സൈഡിൽ 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഈഥെയിൻ, മീത്തോക്സി ഈഥെയിൻ. ഓക്കെ, രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാ, ഒന്ന് ആൽക്കഹോൾ ഗ്രൂപ്പ്, OH വന്നുകൊണ്ട് ആൽക്കഹോൾ ഗ്രൂപ്പ്, രണ്ടാമത്തത് ഈഥർ ഗ്രൂപ്പാണ്, ഈഥർ. ഓക്കെ, ഈഥർ ഗ്രൂപ്പ്. ഐഡൻറ്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്, അത് നമ്മൾ കഴിഞ്ഞു. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ. സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ ഓൾറെഡി മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി പൊസിഷൻ ഐസോമർ ആണ് നമ്മളത് എഴുതാൻ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കൂടി ഫസ്റ്റ് കാർബൺ ആറ്റത്തിനുള്ള OH പിടിച്ച് അവിടെ ഇടാം, സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ ഇടാം. അപ്പോൾ CHOH CH3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും, പ്രൊപ്പാൻ 2 ഓൾ ആയി, സെക്കൻഡ് കാർബണിൻ്റെയും മുകളിലാണ് വന്നത്, പ്രൊപ്പാൻ 2 ഓൾ. ക്ലിയർ ആയല്ലോ? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ അതിൻ്റെ കൺഫർമേഷൻ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ബയോളജി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും. എല്ലാവർക്കും നല്ലോണം എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു.